ബഹിരാകാശത്ത് ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെയുള്ള ഒരു ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് നാസ. എന്നാൽ ഇത് ഉരുളക്കിഴങ്ങല്ല, ചൊവ്വയുടെ സ്വന്തം ചന്ദ്രന്റെ ചിത്രം. ഉരുളക്കിഴങ്ങിന്റെ രൂപം പോലെയുള്ള ഫോബോസ് എന്ന ഉപഗ്രഹം, ചൊവ്വയുടെ കട്ടിയായ ഉപഗ്രഹം. ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങളിൽ വലുതാണ് ഫോബോ. സ്മാർസ് റിക്കണൈസൻസ് ഓർബിറ്റർ സ്പേസ് ക്രാഫ്റ്റിലുള്ള ഹിരിസെ ക്യാമറ ഇതുപയോഗിച്ചാണ് ഫോബോസിന്റെ ഈ വളരെ റെയറായിട്ടുള്ള ചിത്രം പകർത്തിയിരിക്കുന്നത്. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളുണ്ട്. അതിലൊന്നാണ് ഫോബോസ്. 27:22:18 കിലോമീറ്റർ വ്യാസമുള്ള ഫോബോസ് ആണ് ചൊവ്വയുടെ ഈ 2 ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഉപഗ്രഹം. വലിപ്പം കൊണ്ട് ചെറുതായതിനാൽ അവിടെ ഗുരുത്വാകർഷണം ഇല്ല. ഓരോ 100 വർഷത്തിലും 6 അടി, അതായത് 1.8 മീറ്റർ എന്ന കണക്കിൽ ഫോബോസ് ചൊവ്വയ്ക്ക് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ 50 ദശലക്ഷം വർഷം മതി. അതിനുള്ളിൽ ഫോബോസും ചൊവ്വയും കൂട്ടിയിടിക്കുകയും ഫോബോസ് ഒന്നുകിൽ തകർന്നു പോവുകയോ ഒക്കെ ഉണ്ടാകാം എന്നാണ് നാസയുടെ കണ്ടെത്തൽ. ബ്രൗണിഷ് റെഡ് നിറത്തിലാണത് കാണപ്പെടുന്നത്. ഫോബോസിന്റെ വലതുവശത്തായി വലിയൊരു ഗർത്തമുള്ളതായും ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ദിവസത്തിൽ 3 തവണയാണ് ഫോബോസ് ചൊവ്വയെ പരിക്രമണം ചെയ്യുന്നത്. ഫോബോസിന് പുറമെ ഡീമോസ് എന്ന ഉപഗ്രഹവും ചൊവ്വയ്ക്കുണ്ട്. അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ അസഫ് ഹാളാണ് 1877 ഫോബോസും ഡീമോസും കണ്ടെത്തുന്നത്. ഗ്രീക്ക് ഐതിഹ്യത്തിൽ നിന്നാണ് ഫോബോസിന്റെ ഉദ്ഭവം. ഭയം എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. -4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫോബോസിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന താപനില. -112 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞ താപനില. ഉപരിതലത്തിലുള്ള പൊടിയുടെ ഫലമായിട്ടാണ് ഇവിടെ ചൂട് നിലനിർത്താൻ സാധിക്കാത്തത് എന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ചൊവ്വയുടെ 2 പ്രകൃതിദത്ത ഉപഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലുതും ചൊവ്വയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നതുമായ ഉപഗ്രഹമാണ് ഫോബോസ്. 2 ഉപഗ്രഹങ്ങളും 1877 കണ്ടെത്തിയത്. 11.1 കിലോമീറ്റർ ആരം ഉള്ള ഫോബോസിന് ഡീമോസിനേക്കാൾ 7.24 ഇരട്ടി പിണ്ഡമുണ്ട്. ഗ്രീക്ക് ഐതിഹ്യത്തിലെ എറിസിൻ റേ എന്ന ദൈവത്തിന്റെ പേരാണ് ഈ ഉപഗ്രഹത്തിന് നൽകിയിരിക്കുന്നത്. ചെറുതും വികൃതരൂപിയുമായ ഫോബോസ് ചൊവ്വയുടെ കേന്ദ്രത്തിൽ നിന്നും 9377 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാണ് സഞ്ചരിക്കുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും പ്രതിഫലനം കുറഞ്ഞ വസ്തുക്കളിൽ ഒന്നാണ് ഫോബോസ്. കൂടാതെ ടിക്സി ക്രേറ്റർ എന്ന ഒരു വലിയ ഉൽക്കാപതന ഗർത്തവും ഫോബോസിലുണ്ട്. ചൊവ്വയോട് വളരെ അടുത്തുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചൊവ്വ സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ തിരിയുന്നതിനേക്കാൾ വേഗത്തിൽ ഫോബോസ് ചൊവ്വയെ ചുറ്റും. ഇതിന്റെ ഫലമായി ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഫോബോസ് പടിഞ്ഞാറ് ഉദിച്ച് 4 മണിക്കൂർ 15 മിനിറ്റിനുള്ളിൽ കിഴക്ക് അസ്തമിക്കുന്നതായി കാണാം. ചുരുങ്ങിയ ഭ്രമണപഥവും ടൈഡൽ പ്രവർത്തനങ്ങളും മൂലം ഫോബോസിന്റെ ഭ്രമണപഥ ആരം കുറഞ്ഞു വരികയാണ്. ഭാവിയിൽ ചൊവ്വയിൽ പതിക്കുകയോ ചൊവ്വയുമായി കൂട്ടിയിടിച്ച് ഭിന്നമായി ശനിയിലേതുപോലെ ചൊവ്വയ്ക്ക് ചുറ്റും ഒരു വലയം തീർക്കുകയോ ചെയ്യും. സൗരയൂഥത്തിലെ ഏറ്റവും പ്രതിഫലനം കുറഞ്ഞ വസ്തുക്കളിൽ ഒന്നാണ് ഫോബോസ്. സ്പെക്ട്രോസ്കോപ്പി ഫലങ്ങൾ അനുസരിച്ച് ഫോബോസിന് ഒരു തരം ക്ഷുദ്രഗ്രഹത്തിന്റെ പ്രത്യേകതകൾ ഉണ്ട് എന്നാണ് കാണുന്നത്. കൂടാതെ ഇതൊരു കാർബണീഷ്യസ് കോൺട്രേറ്റിന്റെ ഘടനയ്ക്ക് സമാനവുമാണ്. ഫോബോസിന് സാന്ദ്രത വളരെ കുറവാണ്. കൂടാതെ അതിന് വൻതോതിൽ പോറോസിറ്റി ഉള്ളതായി അറിവുണ്ട്. ഈ കണ്ടെത്തലുകൾ ഫോബോസിൽ ഉറഞ്ഞ മഞ്ഞുപാളികൾ ഉണ്ടാകാം എന്ന നിലപാടിലേക്ക് നയിക്കുന്നു. സ്പെക്ട്രോസ്കോപ്പി ഫലങ്ങൾ അനുസരിച്ച് ഉപരിതലത്തിലെ റീഗലിത്ത് പാളിക്ക് ജലത്തിന്റെ അംശമില്ല. എന്നാൽ റീഗലിത്ത് പാളിക്കടിയിൽ മഞ്ഞുണ്ടാകാം എന്ന ആശയം ശാസ്ത്രജ്ഞർ തള്ളിക്കളഞ്ഞിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ.